ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ മാം? ഇപ്പോൾ ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ ആവാൻ ചാൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇന്ന ഏജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീഷർ, ഈ ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത് ഇല്ലാണ്ടാവും, അങ്ങനെ ഏജ് ഗ്രൂപ്പ് സ്പെസിഫൈ ഉണ്ടോ? ഉണ്ട്. ഫെബ്രൈൽ സീഷറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഫെബ്രൈൽ സീഷർ എന്നൊരു ടേം കാണുന്നത്. പക്ഷെ അപൂർവമായിട്ട് 6 വയസ്സ് കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് വരെയും ചിലപ്പോൾ കുട്ടികളിൽ ജന്നി കാണാറുണ്ട്. അതെഗെയിൻ നമ്മൾ ഇവാലുവേഷൻ ചെയ്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, നമുക്ക് ഇതിന് അങ്ങനെ ഫുഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും? ഒരു ഫുഡ് റെസ്ട്രിക്ഷനും ഇല്ല. പനി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കുഞ്ഞിന് എന്താണോ കൊടുക്കാറുള്ളത് അങ്ങനെ എല്ലാ ഭക്ഷണവും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫെബ്രൈൽ സീഷറിന് കുഞ്ഞിന് ഒരു ഫുഡ് റെസ്ട്രിക്ഷൻസും ഇതുവരെയും പഠനങ്ങളിൽ വന്നിട്ടില്ല. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് വാക്സിൻസ് അങ്ങനെ ഉണ്ടോ, അതോ നമ്മൾ നോർമൽ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വാക്സിൻ തന്നെ പോയാൽ മതിയോ? എങ്ങനെയാണ്? നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ വാക്സിൻസും എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഫെബ്രൈൽ സീഷറുള്ള ഒരു കുഞ്ഞിന് ഒരു വാക്സിനേഷനും എടുക്കാൻ പാടില്ല എന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില വാക്സിൻസ് എടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പനി വരാറുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരിക്കൽ പനിയോട് കൂടി ജന്നി വന്നിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്സിൻ എടുക്കുന്ന ആ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലിരിക്കാം. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ വീട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രീതിക്കും ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷൻ ഒബ്സർവേഷനിൽ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്.